ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിന്റെ കയ്യിലേക്ക് ആ ഒരു ഹണിമൂണിന്റെ ടിക്കറ്റ് ശ്രുതി കൊടുക്കുമ്പോഴേക്കും അശ്വിൻ അത് ദേഷ്യത്തോട് കൂടി തന്നെ വലിച്ചു കീറി കളയും കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ കൂടെ ഹണിമൂണിന് വരാനൊന്നും താല്പര്യമില്ല. മുത്തശ്ശി തന്നപ്പോൾ ഞാൻ തന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കും വരാൻ താല്പര്യമില്ല. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിത് ഒഴിവാക്കുവാണ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താ ചെയ്തോ എന്ന് പറയാണ്. ശേഷം നമ്മുടെ ആകാശ് പ്രീതിത്ത് പറയുന്നുണ്ട്, പ്രീതി തനിക്ക് വിഷമമായോ ഹണിമൂൺ ക്യാൻസലായി പോയതുകൊണ്ട്? എനിക്കൊരു വിഷമവും. അത് അശ്വിൻ ചേട്ടന് ഭയങ്കര തിരക്കുള്ള പണിയായതുകൊണ്ടല്ലേ. അപ്പൊ അശ്വിൻ ചേട്ടന് ഇല്ലാതിരിക്കുമ്പോഴേക്കും ശ്രുതിക്ക് വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പോകും, എനിക്കതാ ഇഷ്ടം എന്ന് പറയാണ്. ശരിയെന്ന് പറയണ്ട. അങ്ങനെ നമ്മുടെ ശ്രുതി കാര്യം മുത്തശ്ശിയെടുത്ത് മഞ്ജുരത്തൊക്കെ പറയണ്ട, അശ്വിന് ഒരു വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഹണിമൂണിന് ആ ഒരു ദിവസം പോകാൻ പറ്റില്ലെന്ന് പറയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമമാട്ടോ. അപ്പൊ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുവാണ്. ശരി, ഇവർക്ക് എന്നാ ബാലിക്ക് ടൂർ പോകാൻ പറ്റുന്നില്ലല്ലോ, ഹണിമൂണിന് പോകാൻ പറ്റുന്നില്ല, അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് വീട്ടിൽ ആഘോഷിച്ചൂടെ ഹണിമൂൺ എന്ന് വെച്ചിട്ട് ആ ഒരു ബാലി സെറ്റപ്പിൽ തന്നെ അവരുടെ വീട് അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആക്കുക കേട്ടോ. അപ്പം ബാലിയിലെ ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ആവാണ് നമ്മുടെ മോഹൻലാല്, മനോരമയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആവാണ്, അഞ്ജലി ആണെങ്കിൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആവുകയാണ്. അങ്ങനെ പല പല വേഷങ്ങൾ പല പല അവര് എല്ലാവരും കൂടി ഇടുക കേട്ടോ. അങ്ങനെ അശ്വിനും ശ്രുതിയും ആകാശവും പ്രീതിനും പുറത്ത് നിർത്തിയതിനു ശേഷം വെൽക്കം ടു ബാലി എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറ്റുവാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. പക്ഷെ നമ്മുടെ ശ്രുതിയും അശ്വിനൊക്കെ വയ്ക്കുന്നത് എന്തായി ഇവര് കാണിക്കണേന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അപ്പം നമ്മുടെ മോഹനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക അറേഞ്ച്മെന്റ്സ് ഉണ്ട്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുവായിട്ട്. അപ്പൊ രാത്രി ഇവർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അതായത് മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്യുന്നുണ്ട് അഞ്ജലി. അത് ശരിക്കും പറഞ്ഞാൽ 8ന്റെ പണിയാട്ടോ ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. ഓൾറെഡി ഇപ്പൊ പറഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ ഇന്നലെ ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ ഭയങ്കര ഇരുട്ടാട്ടോ. ഇരുട്ടാകുമ്പോഴേക്കും നമ്മുടെ അശ്വൻ പറയുന്നുണ്ട് ശ്രുതി എടുത്ത്, ശ്രുതി വേഗം ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ശ്രുതി തീപ്പെട്ടി എടുത്തിട്ട് ഒരച്ച് കത്തിക്കുന്നുണ്ട്. കത്തിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് കത്തുന്നില്ല. ആ സമയത്ത് അശ്വിൻ ആ തീപ്പെട്ടി വാങ്ങിച്ചെടുക്കാണ്. അശ്വിൻ ഇങ്ങനെ കത്തിക്കുകയാണ്. തീപ്പെട്ടി ഉരച്ച് കത്തിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു തീപ്പെട്ടിയുടെ ആ ഒരു വെളിച്ചമുണ്ടല്ലോ, പ്രകാശം, ആ തീയുടെ പ്രകാശം, അത് കൊണ്ടിട്ട് അശ്വിൻ നമ്മുടെ ശ്രുതിയുടെ മുഖത്തിന്റെ ആ ഒരു ഭംഗി കാണുക കേട്ടോ. എന്തൊരു പ്രത്യേക ഭംഗി ശ്രുതിക്ക് തോന്നുവാണ് അശ്വിന്. അശ്വിൻ ശ്രുതിനെ തന്നെ ആ ഒരു വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിന്റെ കയ്യിൽ ആ തീപ്പെട്ടി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ ദേ തീ തീ കത്തും കത്തും കൈ കത്തും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒച്ചെടുക്കുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് ആ തീപ്പെട്ടി നിലത്തേക്ക് ഇടുവാണ്. പക്ഷെ അത് ഇവിടെ പുതപ്പിലാണ് കേട്ടോ വീഴുന്നത്. അതായത് കട്ടിലില് പുതപ്പുണ്ടല്ലോ, ആ പുതപ്പിലാണ് ഈ തീപ്പെട്ടി വന്ന് വീഴുന്നത്, തീയോട് കൂടി തന്നെ. അങ്ങനെ അശ്വിൻ അത് ശ്രദ്ധിക്കില്ല. പക്ഷെ ശ്രുതി പറയുന്നുണ്ട്, ദേ തീപ്പെട്ടി വീണത് പുതപ്പിലാണ്, ദേ കട്ടിലിൽ പുതപ്പിരുന്ന് കത്തുവാണ്, അയ്യോ തീ തീ ആരെങ്കിലും ഓടി വരുന്നത്, ഞങ്ങളെ രക്ഷിക്കണേ, തീ തീ എന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കാണ്. അശ്വിൻ പറഞ്ഞു, നീ ഇങ്ങനെ ഒച്ചെടുക്കാൻ മാത്രം അതിനൊന്നും ഇല്ലല്ലോ, ചെറിയൊരു തീ അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എന്നാലും ഇത്രയും വലിയ തീ, അയ്യോ ആരെങ്കിലും വരണേ, രാമേട്ട മുത്തശ്ശി ആരെങ്കിലും വരണേ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് വിളിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, ആരും വരാൻ പോണൊന്നുമില്ല, നമ്മുടെ ഹണിമൂൺ ആഘോഷിക്കണമായിട്ട് എല്ലാവരും നിലത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറയുമ്പോഴേക്ക് ശ്രുതി പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് കയറി ഒരു ബക്കറ്റ് നിറച്ചും വെള്ളം എടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ തന്നെ കട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ തീയേ ഉള്ളൂ, പക്ഷെ ശ്രുതി അത് വലിയൊരു ബക്കറ്റ് അങ്ങനെ തന്നെ കമഴ്ത്തി ഒഴിക്കുമ്പോഴേക്കും അശ്വൻ പറയണ്ട, തീയൊക്കെ കെട്ടു, ഇനി കിടക്കാൻ പറ്റില്ല, നല്ല നനവായിട്ടുണ്ടാവും കട്ടിലെന്ന് പറയണം. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇനി എന്ത് ചെയ്യാൻ, കട്ടിൽ നനഞ്ഞു പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അശ്വിൻ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഇങ്ങനെ ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കോട്ടോ. അപ്പൊ കൊതുകിനെ കടിക്കുകയാണ്. ഓ എന്തൊരു കൊതുകായത്, ആ ജനലൊക്കെ ഒന്ന് അടയ്ക്കു ശ്രുതി എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ജനലും വാതിലൊക്കെ അടക്കുന്നുണ്ട്. ഓ കൊതുക് ശല്യം കാണാൻ ഒരു രക്ഷയില്ല. ശ്രുതി ആ തീപ്പെട്ടി എടുത്തിട്ട് ഒന്ന് ഉരച്ച് കത്തിക്കുക മെഴുകുതി എന്ന് പറയുമ്പോൾ, അയ്യോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തീപ്പെട്ടി തപ്പുമ്പോഴേക്കും തീപ്പെട്ടി നനഞ്ഞിരിക്കുക കേട്ടോ. അശ്വിൻ്റെ അടുത്ത് പറയണ്ട, അയ്യോ തീപ്പെട്ടി നനഞ്ഞു പോയല്ലോ, ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ തീപ്പെട്ടിലും കൂടിയാ വെള്ളം ഒഴിച്ചത്, ഓ എന്തൊരു ശല്യോ ഇത്, എന്തൊരു അവസ്ഥയായത്, നിന്റെ അടുത്ത് ആരാ പറഞ്ഞ തീപ്പെട്ടി കൊണ്ടേ വെള്ളം ഒഴിക്കാനായിട്ട്, ഇപ്പൊ കിടക്കാനും പറ്റില്ല, കൊതുകടിയായ എല്ലാമായി എന്ന് പറയാണ്. ശ്രുതി പറയണ്ട, അത് സാരില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ബാഗ് തുറക്കാട്ടോ. അതിലൊരു കൊതുകിന്റെ തിരിയുണ്ട്, അതായത് മുമ്പത്തെ നമ്മുടെ കൊതുക് തിരിയില്ലേ, വട്ടം വട്ടം വട്ടം, ആ ഒരു കൊതുക് തിരി, അച്ചപ്പം പൊലിക്കണ കൊതുക് തിരി, ആ കൊതുക് തിരി നമ്മുടെ ശ്രുതിയുടെ ബാഗിലുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ആ കൊതുക് തിരി എടുക്കുകയാണ്. അയ്യോ തീപ്പെട്ടിക്ക് ഇപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ നല്ല തീപ്പെട്ടി ഉണ്ടല്ലോ അത് ഉരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലൊരു തീപ്പെട്ടി മാത്രം കത്തുന്നുണ്ട് കേട്ടോ. ശ്രുതി പെട്ടെന്ന് അതിൽ തീപ്പെട്ടി വെച്ചിട്ട് നമ്മുടെ മെഴുകുതിരി കൊതുകുതിരി കത്തിക്കുവാണ്.
അപ്പൊ അശ്വിൻ അയ്യോ ഒരു തീപ്പെട്ടി ഉണ്ടായിരുന്നുള്ളത് കത്തി തീർന്നു അതുകൊണ്ട് അത് ശ്രുതി കളയാണ് ആ തീപ്പെട്ടി. അശ്വിൻ കണ്ടതിന് ആ തീപ്പെട്ടി എന്തിനാ ഉരച്ച് നശിപ്പിച്ചത്, അത് മെഴുകുതിരി കത്തിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുമല്ലോ ശ്രുതിനെ. അതുകൊണ്ട് ശ്രുതി അശ്വിൻ കാണാതെ ആ തീപ്പെട്ടി മാറി കളയാട്ടോ, മാറ്റിയിട്ട് കളയുവാണ്. ആ സമയത്ത് അശ്വിൻ ചോദിക്കേണ്ട അയ്യേ ഇവിടെ എന്തൊരു ചീത്ത മണം വരുന്നത്, എന്തോ കരിയുന്ന മണോ, ഒരു മണവും ഇല്ല എന്ന് ശ്രുതി പറയാണ്. ഇല്ലില്ല ഇവിടെ എന്തോ ഒരു ബാഡ് സ്മെൽ ഉണ്ട്, എന്തോ കരിയുന്ന മണം എന്ന് പറയാണ്. ഒരു മണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാട്ട് ആ കൊതുക് തിരി നിലത്തേക്ക് കത്തിച്ചു വെക്കുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി അശ്വിൻ അയ്യോ ഇനി ഉറങ്ങാൻ എന്ത് ചെയ്യും, ബെഡും ഇല്ല ഒന്നുമില്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ റൂമിൽ ആ കട്ടിലിന്റെ തന്നെ ചെറിയൊരു ദിവാങ്കോട്ടുണ്ട്. അപ്പൊ ശ്രുതിയും അശ്വിനും പരസ്പരം ദിവാങ്കോട്ട് ഇങ്ങനെ നോക്കും കേട്ടോ. അത് കഴിയുമ്പോൾ അശ്വിൻ വേഗം ചാടി കയറി ദിവാങ്കോട്ടി കിടക്കാൻ പോകുമ്പോൾ ശ്രുതിയും അവിടേക്ക് വരുവാണ്. അതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ദിവാങ്കോട്ടി കിടക്കും എന്ന് അശ്വിൻ പറയുമ്പോൾ അതെങ്ങനെ ശരിയാം, ദിവാങ്കോട്ടിന്റെ ഒരു ഭാഗം നിങ്ങളും ബാക്കി ഭാഗം ഞാനും കിടക്കും എന്ന് പറയാം. ദിവാങ്കോട്ടിന് ഉദ്ദേശിച്ച് സോഫയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ ഒരു ഭാഗത്തും ശ്രുതി ഒരു ഭാഗത്താണ് കിടക്കുന്നത് സോഫയുടെ. അങ്ങനെ രാത്രി പകലാവുമ്പോഴേക്കും രണ്ടുപേരും ഒരേ സ്ഥലത്ത് വന്ന് കിടക്കും കേട്ടോ. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കണമെങ്കിലും രാവിലെ ആകുമ്പോഴേക്കും രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ടാവാ. അങ്ങനെ അശ്വിൻ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ഉറങ്ങി കിടക്കണ കാണുവാട്ടോ. അശ്വിൻ കുറെ നേരം ശ്രുതിനെ തന്നെ നോക്കുവാണ്. ശേഷം ശ്രുതിയുടെ മുടിയൊക്കെ ഒന്ന് തലോടി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി എഴുന്നേൽക്കുന്നു വെച്ചിട്ട് ശ്രുതിനെ എഴുന്നേൽപ്പിക്കാതെ പതുക്കെ അശ്വിൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ താലിമാല ഉണ്ടല്ലോ അശ്വിന്റെ ആ ഒരു ഷർട്ടിന്റെ ബട്ടൺസിൽ കുടുങ്ങുവാണ്. അശ്വിൻ പിടിച്ച് വലിക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാട്ടോ. അയ്യോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ മാലയിൽ ഇങ്ങനെ ബട്ടൺസ് കുടുങ്ങിയിട്ടുള്ള കാര്യം. ശ്രുതി അപ്പൊ തന്നെ അത് അഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അശ്വിൻ പറഞ്ഞിട്ട് വേണ്ട ഞാൻ അഴിച്ചോളാം എന്ന് കൈവച്ച് ഇങ്ങനെ കാണിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ തന്നെ ആ ബട്ടൺസ് പതുക്കെ ഇങ്ങനെ ഊരിട്ട് ശ്രുതിയുടെ താലിമാല ഭദ്രമായിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അവര് പരസ്പരം എന്റെ മുഖത്തോട് ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരു ഭംഗി പോലെ അശ്വിനെ തോന്നുവാണ്. അതേസമയം ആ രാത്രി നമ്മുടെ ആകാശിനും പ്രീതിക്കും ഭയങ്കര റൊമാൻറ്റിക് രാത്രി തന്നെയാണ് കേട്ടോ അവർക്കും. ആ രാത്രി നമ്മുടെ ആകാശ് പ്രീതിയത്ത് പറയണ്ടോ എടോ ഈ രാത്രി തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് ആകാശ് പറയുമ്പോൾ പ്രീതി ചോദിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി, ഇരുട്ടത്തെ എന്നെ മുഖം കാണില്ലല്ലോ അതുകൊണ്ടല്ലേ പ്രത്യേക ഭംഗി എന്നൊക്കെ പറഞ്ഞത്. താൻ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, താൻ തമാശയൊക്കെ പറയാൻ പഠിച്ചു. ഞാൻ തമാശയല്ല കാഴ്ത്തി പറഞ്ഞത്, പിന്നെ എന്റെ ഇരുട്ടത്ത് ഈ ഭംഗി എങ്ങനെ ആകാശിനെ കാണാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അതോ തന്നെ ഏത് ഇരുട്ടത്ത് കണ്ടാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ഹണിമൂൺ ഒക്കെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അവർ നല്ല അടിച്ചു പൊളിച്ച് ഹണിമൂൺ റൊമാൻസ് ഒക്കെ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശ്രുതി അശ്വിനാണെങ്കിൽ ഭയങ്കര വഴക്കും ബഹളവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞത് നാളത്തെ എപ്പിസോഡിന്റെ ഭാഗമല്ല, തിങ്കളാഴ്ചത്തെ ഭാഗമായിരിക്കും കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഈ ഹണിമൂണിന്റെ ടിക്കറ്റ് കീറിക്കളയണതും അതുപോലെ തന്നെ നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ വഴക്ക് പറയണതും അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയെങ്കിലും ഇവർക്ക് വേണ്ടിയുള്ള ഒരു ഹണിമൂൺ ട്രിപ്പ് വീട്ടിൽ തന്നെ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് ബാലി ട്രിപ്പ് പോലെ തന്നെ അവരുടെ വീട് ഒരു ഹോട്ടലാക്കി മാറ്റാനായിട്ട് നമ്മുടെ മുത്തശ്ശിയും മനോരമയും അഞ്ജലിയും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് അതൊരു ഹോട്ടൽ പരുവത്തിലാക്കണതും ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ നാളെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ആ പ്രൊമോയിൽ കണ്ടപ്പോൾ തന്നെ ഡാൻസിന്റെ ഭാഗങ്ങളൊന്നും തന്നെ ഇല്ല. അതൊക്കെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച മാത്രം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പ്രൊമോ കാണിച്ചപ്പോൾ അവര് നാളത്തെ ഭാഗം എന്ന് വരെ കാണിച്ചെന്നുള്ളൂ. നാളത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊന്നും തന്നെ കാണിച്ച് തീർക്കില്ല. നാളെ അങ്ങനെ അവര് ഹണിമൂൺ ജസ്റ്റ് വീട്ടിലേക്ക് ആഘോഷിക്കാൻ പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടായിരിക്കും എപ്പിസോഡ് തീരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.